ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അല്ലേ? ആ ഫ്രണ്ട്ഷിപ്പ് കോമ്പിനേഷൻ അവസാന നിമിഷം കുറെ താങ്കളെ തന്നെ ഇഷ്ടക്കേടുകൾ പറഞ്ഞു, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് രണ്ടു വാക്ക്. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. അതായത് ഒരു പ്രഷർ ഉണ്ട് നമുക്ക് അതിൻ്റെ അകത്ത്. പിന്നെ കുറച്ച് തെറ്റിദ്ധാരണ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയത്. പക്ഷെ അത് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി, പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലായതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്തിനും കട്ടയ്ക്ക് ജാസ്മിന് കൊടുത്തു. ഹാപ്പിയാണ്. ആ അവസാനം എടുത്ത റസ്മിന്റെ നിലപാട് ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനെ തോന്നിയ ലാസ്റ്റിൽ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു നിലപാട്. അല്ല, ഈ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണല്ലോ എന്താണ് എങ്ങനെയാണ് ഏതാണെന്നുള്ള അറിയുന്നത്. പിന്നെ അകത്തിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ്. ഞാൻ കാണുന്ന മാത്രമേ കുറച്ച് കാര്യങ്ങളുള്ളൂ, പക്ഷെ പുറത്ത് ഞാൻ കാണുന്നതും ഞാൻ കാണാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതിലിപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ തോന്നി, അങ്ങനെ ചെയ്തു. ജിൻഡോ ഫസ്റ്റ് കിട്ടി, എന്താണ് മനസ്സിലാക്കി വന്ന കാര്യം? അല്ല, എനിക്ക് ജാസ്മിൻ കപ്പടിക്കണം എന്നായിരുന്നു, അല്ലെങ്കിൽ അർജുൻ കപ്പടിക്കണം എന്നായിരുന്നു. ജിൻഡോ ബ്രോ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു പേഴ്സണൽ ഇഷ്ടവും കാര്യങ്ങളും പിന്നെ അവിടെ നിന്നതിൽ വെച്ച് മനസ്സിലാക്കിയ രീതിയിൽ വെച്ചിട്ട് ആ രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ജിൻഡോ കപ്പടിച്ചതിൽ പുള്ളി അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത്. ഏത് രീതിയിലാണ് നിന്നെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ പുള്ളിയും കപ്പടിക്കാൻ ഡിസേർവിംഗ് ആണ്. ഈ 3 പേരും കപ്പടിക്കാൻ ഡിസേർവിംഗ് ആയിരുന്നു ആക്ച്വലി. അർജുൻ പറഞ്ഞിരുന്നു ജിൻഡോ യു ആർ എ ഗുഡ് ഗെയിമർ. ആ നിലപാട് തന്നെയാണോ? അതായത് ഗെയിമറാണ് അദ്ദേഹം. ഗുഡാണോ, അത് നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്നുള്ളത് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ്. കാരണം പുറത്തിറങ്ങിയപ്പോൾ പുള്ളി ചെയ്യുന്ന പല കാര്യം, നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഭയങ്കര നല്ല രീതിയിലുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഉള്ള ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നാൾ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നല്ലപോലെ കളിച്ചിട്ടുണ്ടെന്നാണ് എന്താ പൊതുവെ ഉള്ളൊരു അഭിപ്രായം. സോ ജാസ്മിന് ഈ കട്ട സപ്പോർട്ടായ സുഹൃത്തിനെന്താണ് ജാസ്മിനെ കൂടി പറയാനുള്ളത്? ജാസ്മിൻ അടിപൊളിയല്ലേ. ജാസ്മിനെ പോലെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം ഈ 23-ാം വയസ്സിൽ ആ കുട്ടി ഇത്രയും, എൻ്റെ വണ്ടിയെ തോന്നുന്നു, 23-ാം വയസ്സിൽ ഇത്രയും ആ കുട്ടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട്